വോട്ടിൽ കണ്ണുവെച്ച് വമ്പൻ വാഗ്ദാനങ്ങളുമായി LDF UDF പ്രകടന പത്രികകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 60 പരിപാടികളുമായിട്ടാണ് LDFന്റെ പ്രകടന പത്രിക. ഇന്ദിരാ ഗ്യാരണ്ടിയിലൂന്നി UDFും പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കുമെന്നാണ് ഇരു മുന്നണികളുടെയും വാഗ്ദാനം എന്നുള്ളതാണ്. VS രഞ്ജിത്തും R റോഷിബാലും ലേബി സേന്ദ്രനും വിവരങ്ങളുമായുണ്ട്. ആദ്യം VS രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, ഇപ്പോൾ LDFന്റെ പ്രകടന പത്രിക കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഏതാണ്ട് ഏറെക്കുറെ നടപ്പാക്കി എന്നുള്ള അവകാശവാദമാണ് LDF നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണോ ഈ പ്രകടന പത്രികയെ വായിക്കേണ്ടത്? നടത്തി വന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയ്ക്കായുള്ള തുടർഭരണം വേണമെന്നുള്ളതാണല്ലോ അവർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രകടന പത്രികയിൽ 2 കൂട്ടരും പറയുന്ന ഒരേ വാഗ്ദാനം എന്നുള്ളത് ക്ഷേമ പെൻഷൻ 3000 രൂപയാണ്. അതാണ് ഏറ്റവും വലിയ കൗതുകം. എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ, രഞ്ജിത്ത്? സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രകടന പത്രികയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നവകേരള നിർമ്മിതിയുടെ പൂർത്തീകരണത്തിന് എന്നുള്ളതാണ്. കാരണം 2 ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവകേരള പദ്ധതി, നവകേരള നിർമ്മാണത്തിലുള്ള പദ്ധതികൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ ഏകദേശം 957ഓളം പദ്ധതികളുണ്ട്. അതിനെല്ലാം കൂടി ചുരുക്കി 60 പരിപാടികളാക്കി അതിന്റെ ഒരു സംക്ഷിപ്തമായ രൂപം ഈ പ്രകടന പത്രികയുടെ തുടക്കത്തിൽ തന്നെയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കിയെന്ന് പ്രഖ്യാപിച്ച സർക്കാർ കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ഒരു പുതിയ പ്രഖ്യാപനത്തിലേക്ക് വന്നിരിക്കുന്നു. അതായത് സംസ്ഥാനത്തെ കേവല ദാരിദ്ര്യം കൂടി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഈ പ്രകടന പത്രികയിൽ ഊന്നി പറയുന്നത്. അതോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള വർധന വരുത്തുകയും അതിന്റെ ചുവട് വെച്ചുകൊണ്ട് അതിന്റെ ഒരു തുടർ പ്രക്രിയ എന്ന രീതിയിൽ സാമൂഹ്യ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ അവരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിതമായ വായ്പകൾ നടപ്പാക്കും. സ്ത്രീകളിൽ 50% ജോലി ഉറപ്പാക്കും തുടങ്ങി. അതായത് കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ പുറത്തേക്ക് പോകാത്തൊരു സാഹചര്യം, കേരളത്തിൽ തന്നെ പഠിച്ച് പഠനം പൂർത്തിയാക്കിയവർക്ക് കേരളത്തിൽ തൊഴിൽ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള തുടങ്ങി 60ഓളം പദ്ധതികളാണ്. ഒപ്പം ഈ നവകേരളം എന്നുള്ള ടൈറ്റിലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹരിത കേരളം, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേരളം, വ്യവസായിക സൗഹൃദ കേരളം, അതോടൊപ്പം എടുത്തു പറയുന്നത് മതനിരപേക്ഷ കേരളം എന്നൊരു മുദ്രാവാക്യമാണ്. അതായത് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വർഗീയ ശക്തികൾക്ക് ഒരു തരത്തിലുമുള്ള സ്വാധീനമുള്ള സർക്കാർ ആയിരിക്കില്ല എന്നുള്ളതും, അതുപോലെ തന്നെ മതരാഷ്ട്രവാദം അത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ആണെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിന്റെ ആണെങ്കിലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്നൊരു വാചകം കൂടി ഇതിൽ പറയുന്നു. അതായത് മതനിരപേക്ഷത ഉറപ്പാക്കും എന്നുള്ളത് ഈ പ്രകടന പത്രികയുടെ ഭാഗമായി തന്നെ എടുത്തു പറയുന്നു. അതോടൊപ്പം 60 പരിപാടികളായി ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉയർത്തുന്നതും സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ ഈ പദ്ധതിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. യുവാക്കളെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായിട്ടും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നു. കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ പോലും വിദേശത്തേക്ക് പോകുന്നു. കേരളത്തിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്ന കാലത്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ഇനമായി 60 പരിപാടികളിൽ 3ാമത്തെ ഇനമായി കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ്, പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉറപ്പാക്കും, കണക്ട് ടു വർക്ക് എന്ന രീതിയിൽ സ്കോളർഷിപ്പ് ഉറപ്പാക്കും എന്ന് പറയുന്നു. അതോടൊപ്പം അഭ്യസ്തവിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിതമായി വായ്പ, കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും സംരംഭകത്വ പരിപാടികൾ ഉണ്ടെങ്കിൽ ആ സംരംഭക പരിപാടികൾക്ക് പലിശരഹിതമായി വായ്പ ഉറപ്പാക്കും എന്ന് പറയുന്നു. അതോടൊപ്പം സ്ത്രീകൾക്ക് 50% ജോലി ഉറപ്പാക്കും എന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം 60 പരിപാടികളാണ്. ഇതിൽ സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ പറയുന്നുണ്ട്. എല്ലാ സാമൂഹിക ക്ഷേമ പെൻഷനും 3000 രൂപയാക്കുമെന്ന് പറയുന്നു. പൊതുമേഖല വിപുലപ്പെടുത്തുമെന്ന് പറയുന്നു. ടൂറിസം കേരളത്തിന്റെ വളർച്ചയുടെ ചാലക ശക്തിയായി ടൂറിസത്തെ മാറ്റും എന്ന് പറയുന്നു. അതുപോലെ 1 ലക്ഷം നാനോ മൈക്രോ സംരംഭങ്ങൾ, ശരാശരി 1 കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കി മാറ്റും എന്ന് പറയുന്നു. നേരത്തെ വ്യാവസായിക സൗഹൃദ കേരളം എന്ന ടൈറ്റിലിൽ കേരളത്തിൽ ഏകദേശം 1 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിച്ചു എന്ന് പറയുന്നു. ആ സംരംഭങ്ങൾ 1 കോടിയോളം വിറ്റുവരവുള്ള വലിയ സംരംഭങ്ങളായി ഉയർത്താനുള്ള സഹായം ഉണ്ടാകുമെന്ന് പറയുന്നു. പരമ്പരാഗത വ്യവസായങ്ങളുടെ നവീകരണവും വൈവിധ്യവൽക്കരണവും മറ്റൊരു പദ്ധതിയാണ്. കാർഷിക ഉൽപാദനക്ഷമത ദേശീയ ശരാശരിയിലേക്ക് ഉയർത്തും.
മൂല്യവർദ്ധന ശൃംഖലയിൽ കൃഷിക്കാരുടെ വിഹിതം, അതായത് കൃഷിക്കാർക്കുള്ള പ്രത്യേകമായ പദ്ധതിയുണ്ട്. വന്യജീവി സംഘർഷം തടയുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിന്റെ മലയോരത്തൊക്കെ വന്യജീവി സംഘർഷം വലിയ ചർച്ചയാവുമ്പോൾ വന്യജീവി സംഘർഷം തടയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അതിൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം നൽകുന്ന തരത്തിൽ ഈ വന്യജീവി നിയമങ്ങളുടെ ഭേദഗതി ഉറപ്പാക്കാൻ വേണ്ടി പറയുന്നു. അതോടൊപ്പം ഓരോ വനമേഖലയിലും അധികമായുള്ള ഈ വാഹക നിരക്കിന് അപ്പുറത്തേക്കുള്ള മൃഗങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ കള്ളിംഗ് നടത്തുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പഠിക്കും എന്ന് പറയുന്നു. അതുപോലെ ജലസേചനം, എല്ലാ വീടുകളിലും കുടിവെള്ളം, എല്ലാവർക്കും പാർപ്പിടം തുടങ്ങി വലിയ വാഗ്ദാനങ്ങൾ ഉള്ളതാണ് ഈ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രിക.